ശ്രീനാരായണ ഗുരുദേവ പാദസ്പർശത്താൽ പവിത്രമായ കിഴവൻകുളം ഗുരുദേവ ക്ഷേത്രത്തിലെ 25ാമത്തെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് മേൽശാന്തി മഹേശ്വരൻ പമ്പാവാലി ഉത്സവത്തിന് കൊടിയേറ്റി. തുടർന്ന് വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 10-ന് പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം ആരംഭിച്ചു. മീനച്ചിൽ യൂണിയൻ കമ്മിറ്റി അംഗം CT രാജൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനം ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംഗീതങ്ങളിൽ എത്തുന്നതിനേക്കാൾ ഉപരി ഗുരുവിൻ്റെ പാദം പതിഞ്ഞ പുണ്യസ്ഥലങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടുത്തെ പ്രകൃതി തന്നെ നമ്മളോട് മന്ത്രിക്കുന്നുണ്ടാവും. ഈ നിൽക്കുന്നത് പവിത്രമായ ഒരു ഭൂമിയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ കൃതിയിൽ മഞ്ജരിയ പഞ്ചകത്തിൽ പറയുന്നുണ്ട്: ഹൃദയ ഋജിനഹാരിണി ശബദവാഗിനി നീതി. എവിടെ ആത്മാരാമനായ, ആത്മനിഷ്ഠനായ, ബ്രഹ്മനിഷ്ഠനായ മുനിയുടെ പാദസ്പർശമുണ്ടാകുന്നോ അവിടെയെല്ലാം പവിത്രീകൃതമായ പുണ്യ തീർത്ഥ സ്ഥലങ്ങളായി തീരുന്നത്. അത്തരത്തിൽ ലോകത്തിൻ്റെ തന്നെ വിശിഷ്ടമായ അതിമഹത്തായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കിഴവൻകുളം ഗുരുദേവ ക്ഷേത്രം. ഗുരുദേവൻ മാത്രമല്ല, നേരത്തെ ഇവിടെ അറിയിക്കുകയുണ്ടായി, ഗുരുദേവ ശിഷ്യനായ, ഏറ്റവും അന്തരംഗ ശിഷ്യനായ ദിവശ്രീ നരസിംഹസ്വാമി ഉൾപ്പെടെയുള്ള ഗോപാലൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് പലതവണ എത്തുകയും താമസിക്കുകയും ആശ്രമം സംസ്ഥാപനം ഒക്കെ ചെയ്ത ഒരു ഗരിമ കിഴവൻകുളം ഗുരുദേവ ക്ഷേത്രത്തിന്. ചാണ്ടിയുമ്മൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ എല്ലാ മതങ്ങളും ഒന്നിച്ച് ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹം അത് ജീവിതത്തിന്റെ ഭാഗമാക്കി ശിവഗിരി മഠത്തിൽ പോലും എല്ലാ മതങ്ങളെ പറ്റി പഠിച്ചിട്ടാണ് എല്ലാ സന്യാസിമാരും അവരുടെ ദീക്ഷ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ മാതൃക ലോകത്തിന് കാണിച്ചുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിക്കുക എന്നുള്ളതാണ് ഗുരുദേവൻ പഠിപ്പിച്ചത്. മാത്രമല്ല, ഇന്നത് ലോകം കേൾക്കുന്ന വിധം, അംഗീകരിക്കുന്ന വിധം പരിപാടികൾ നടക്കുക. ജനറൽ കൺവീനർ CL പുരുഷോത്തമൻ ആമുഖ പ്രസംഗം നടത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത ലോകമത പാർലമെന്റ് സമ്മേളനത്തിന്റെ സംഘാടനത്തിന് ശിവഗിരി മഠത്തോടൊപ്പം നേതൃത്വം നൽകിയ ചാണ്ടിയുമ്മൻ MLA യോഗത്തിൽ ആദരിച്ചു. മാണി സി കാപ്പൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഭൂമിയായ 3 അമ്പലങ്ങളിൽ, ഈ മേഖലയിലുള്ള 3 അമ്പലങ്ങളിൽ ഒന്നാണ് പൂഞ്ഞാറും ഇടപ്പാടിയും കഴിഞ്ഞാൽ അതിവിടെ 2 ദിവസം വിശ്രമിക്കുകയും കൂടി ചെയ്തു എന്നാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ മതഭേദായും മനുഷ്യനുണ്ടായ കൂടി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഇന്നത് പാലിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. പാലിക്കപ്പെട്ടാൽ ഈ നാട്ടിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കിവിടെ വരുമ്പോൾ ഒരു ദുഃഖമുണ്ട്. എൻ്റെ അയൽവാസിയായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇവിടുത്തെ തന്ത്രി മോഹൻ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അത് ഞാനിവിടെ ഒരു എപ്പോഴും മുന്നോട്ട് വസനം പറയേണ്ടി വരുന്നു. ഒരു കാലഘട്ടം ഏതാണ്ട് 10-15 വയസ്സ് വരെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് മാറിയില്ല. ജോസൺ മുണ്ടയ്ക്കൽ, ലീലാമ ബിജു, മിനർവ മോഹൻ, PG ജഗന്നിവാസൻ, സുമ അജയകുമാർ എന്നിവർ ആശംസ അർപ്പിച്ചു. ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ ആദ്യാവസാനം പങ്കെടുത്ത ശാഖാംഗം ശാർഗുന്ദരൻ മുളയ്ക്കലിനെ യൂണിയൻ ജോയിന്റ് കൺവീനർ KR ഷാജി ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് പ്രമോദ് നാരായണൻ സ്വാഗതവും സെക്രട്ടറി TK ഷാജി നന്ദിയും പറഞ്ഞു.